നമസ്കാരം. കറിവേപ്പിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ തനതായ ഒരു നാടൻ പലഹാരമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇന്നതെല്ലാവരും മറന്നുപോയൊരു പലഹാരം പോലെ എനിക്ക് തോന്നാറുണ്ട്. രുചിയിൽ ഏറ്റവും ബെസ്റ്റാണ്. ഇത് കഴിച്ചിട്ടുള്ളവർക്കേ അറിയൂ അതിൻ്റെ ടേസ്റ്റും മണവും. ഒരപ്പം ഞാനിവിടെ മാമ്പഴം കൊണ്ടാണ് ഒരു വ്യത്യസ്ത രീതിയിൽ എളുപ്പത്തിലൊന്ന് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് സാധാരണ അരിപ്പൊടിയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ അല്പം കൂടി സോഫ്റ്റ് ആകാൻ വേണ്ടി ഒന്ന് മാറ്റി ചെയ്യുകയാണ്. പിന്നെ അത് മാത്രമല്ല, ഇതിലെ പ്രധാന ചേരുവയിലൊന്നാണ് തേങ്ങാപ്പാൽ. അതിനും ഒരു എളുപ്പ വഴിയുണ്ട്. തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുകയൊന്നും വേണ്ട. പിന്നെ വിറകടുപ്പിൽ സാധാരണ പണ്ടൊക്കെ വിറകടുപ്പുള്ളപ്പോൾ അതിലാണിത് ഉണ്ടാക്കാറ്. അതിൽ ഉണ്ടാക്കുന്ന ഒരു പലഹാരമായിരുന്നത്. എന്നിട്ട് താഴെ മുകളിലും കനലിട്ട് രാത്രി വെച്ചേക്കും. രാവിലെ അത് നല്ല മുരിഞ്ഞിരിക്കും. നല്ല മണവും ഒരു പ്രത്യേക രുചിയുമാണിതിന്. ഇപ്പോൾ വിറകടുപ്പ് ഇല്ലല്ലോ, അതിനും ഒരു പരിഹാരമുണ്ട്. അതും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം, ഒന്ന് കഴിച്ചു നോക്കുക. അപ്പം നമുക്ക് ഇത് ഉണ്ടാക്കി തുടങ്ങാം. ഞാനിവിടെ മാംഗോ പൾപ്പാണ് എടുത്തിരിക്കുന്നത്. അത് നേരത്തെ ഉണ്ടാക്കി വെച്ചതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണോ, ഒരു വർഷത്തിൽ എപ്പോൾ വേണോ ഉപയോഗിക്കാം. 1 കപ്പ് ഫുള്ള് മാംഗോ പൾപ്പ് എടുത്തിട്ടുണ്ട്, ഹീപ്ഡ് കപ്പ്. ഈ മാംഗോ പൾപ്പ് ഉണ്ടാക്കി സൂക്ഷിക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ ടിപ്സിലൊന്ന് കാണിക്കാം. അതിലേക്ക് 1 കപ്പ് പൊടിച്ച ശർക്കര, 1 കപ്പോ അല്ലെങ്കിൽ 1.5 കപ്പോ ഇടാം. നമ്മൾ ഫ്രഷ് മാംഗോ അപ്പം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് 1.5 കപ്പ് ഇടുന്നത്. ഉണ്ടാക്കി വെച്ച മാംഗോ പൾപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളതിൽ കുറച്ച് പഞ്ചസാര കൂടെ ഇടുന്നുണ്ടല്ലോ, അതുകൊണ്ട് 1 കപ്പ് മതിയാവും. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വയ്ക്കണം. 2 കാര്യങ്ങൾ കൂടി നമുക്ക് ചെയ്ത് വെക്കണം. ഒന്നാമതായിട്ട് നമ്മൾ കോൺഫ്ലവർ എടുക്കുക, 1/2 കപ്പ്. എന്നിട്ട് 1 കപ്പ് വെള്ളത്തിലൊന്ന് കലക്കി വെക്കണം. അപ്പോൾ കോൺഫ്ലവർ കയ്യിലില്ലെങ്കിൽ അരിപ്പൊടി എടുത്താലും മതി. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അപ്പത്തിൻ്റെ പൊടിയുണ്ടല്ലോ, അത് ഉപയോഗിച്ചാലും മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കണേ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ ഓരപ്പം ഉണ്ടാക്കിയ ശേഷം ഏത് പാത്രത്തിലാണോ ഒഴിക്കുന്നത് ആ പാത്രത്തിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ഒന്ന് ബ്രഷ് ചെയ്ത് വയ്ക്കണം. അതിൽ ഒരു 5-6 ബദാം എടുത്തൊന്ന് തിന്നായിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്ത് ഒന്ന് വയ്ക്കുക. അപ്പോൾ അതിനൊരു കാണാനൊരു ഭംഗി കാണും. ഇനി നമുക്ക് ആ നേരത്തെ കലക്കി വെച്ച മാംഗോ പൾപ്പും ശർക്കരയും കൂടെയുള്ള മിക്സ് ഉണ്ടല്ലോ, അതിപ്പോൾ നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിരിപ്പുണ്ട്. അപ്പോൾ സ്റ്റൗ കത്തിച്ച് നല്ല ചൂട് കട്ടിയുള്ളൊരു പാത്രം അതിലേക്ക് വയ്ക്കുക. എന്നിട്ട് ഇതിനെ അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഫ്ലെയിം മീഡിയം മതി. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം. കുറച്ച് ഇടയ്ക്കൊന്ന് ഗ്യാപ്പ് കൊടുത്താലും മതി, കുഴപ്പമില്ല. എന്നാൽ തിളയ്ക്കണം. അതെ, തിളയ്ക്കുമ്പോഴേക്കും നമ്മൾ ആ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ ഉണ്ടല്ലോ അതിലേക്ക് ഒഴിക്കണം. ഈ കോൺഫ്ലോർ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. തിളയ്ക്കുമ്പോൾ ഇത് കട്ടിയായിട്ട് വരുമേ. ഈ പാൻ ഇതിന് തികയില്ല. അപ്പോൾ ഞാൻ ഇച്ചിരി വലിയൊരു പാൻ വയ്ക്കുകയാണ്. ഈ പുതിയ വോക്കാണിത്. ഇത് ചുവട് കട്ടിയില്ല, പക്ഷേ ഒരു നോൺ സ്റ്റിക്ക് ടൈപ്പാണ്. ഞാനിതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം. ഇതിന് ചോട്ടിലൊന്നും പിടിക്കില്ല, നോൺ സ്റ്റിക്കായിട്ട് കോട്ടിംഗ് ഉള്ളതാണ്. പക്ഷേ ഞാൻ എൻ്റെ അവസാനം കാണിക്കാം ഇതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ. മീഡിയം ഫ്ലെയിം മതിയെ, കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. അതിപ്പോൾ ഒന്ന് കട്ടിയായില്ല. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാലിൻ്റെ പാക്കറ്റ് ഇപ്പം വാങ്ങാൻ കിട്ടുമല്ലോ, മാഗിയുടെ തേങ്ങാപ്പാലിൻ്റെ പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും. ഒരു പാക്കറ്റ് 200 ml, 180 to 200 ml ആണ്. അത് ഞാൻ ടിപ്സിൽ കാണിക്കാം. അപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഓൾറെഡി എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്ത് എളുപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പാക്കറ്റ് ഞാൻ ഇതിലായിട്ട് 2-3 പ്രാവശ്യമായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇളക്കുമ്പോഴേക്കും ഈ തേങ്ങാപ്പാലൊക്കെ അതിലേക്ക് അബ്സോർബ് ചെയ്യുമേ. അപ്പോഴേക്കും നമ്മളൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. അവസാനം ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഉപയോഗിക്കുന്നുണ്ട്. നെയ്യ് ഒരുപാട് കൂടുതൽ വേണ്ട. തേങ്ങാപ്പാലിൽ നിന്ന് എണ്ണ ഇറങ്ങി വരും. അപ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടെ എണ്ണ കൂടുതൽ പോലെ തോന്നും. അതുകൊണ്ട് 3 സ്പൂണൊക്കെ മതിയാവും. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ ആദ്യം ഒഴിക്കുന്ന നെയ്യൊക്കെ അതിലങ്ങ് അബ്സോർബ് ചെയ്യും. നെയ്യ് തീരുമ്പോൾ നമുക്ക് മനസ്സിലാവും അതായത് പിടിച്ചെടുക്കും. അത് ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് അതിലേക്ക് ഇടുക. ഈ ഉപ്പ് നേരത്തെ വേണമെങ്കിലും ഇടാം കേട്ടോ, 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി. അപ്പോൾ ഇതുവരെ ഇതിനകത്ത് ചോട്ടിലൊന്നും പിടിച്ചിട്ടില്ല. ഇതെൻ്റെ പുതിയൊരു വോക്കാണ്. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ ഒരു മാംഗോ ഒരപ്പം ഉണ്ടാക്കി നോക്കുന്നത്. ഇതിനകത്ത് ഇനി പെരിഞ്ജീരകമാണിത്, പെരിഞ്ജീരക ഫെന്നൽ. അതൊരു 1/4 ടീസ്പൂൺ ഇടുക. ഒരു 1/2 ടീസ്പൂൺ ഫെന്നലിൻ്റെ, അതായത് പെരിഞ്ജീരക പൊടി, അതും കൂടെ ചേർക്കുക. ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള ഫ്ലേവറിന് കാരണം. നല്ല മണമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണല്ലേ. നമ്മൾ മറ്റൊന്നിലും അധികം ചേർക്കാറില്ലല്ലോ, ഇത് കറികൾക്കൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റോളം ആകാറായേ. ഇനിയിപ്പോൾ നെയ്യ് എല്ലാം അബ്സോർബ് ചെയ്ത്, അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിക്കുകയാണ്. അതുകൊണ്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്ക് വേറൊന്നും ചേർക്കാനില്ല. 50 ഗ്രാം നട്ട്സ് ക്രഷ് ചെയ്തത് ഒന്നെടുത്ത് വെച്ചേക്കണം നേരത്തെ. അത് ഒരു 10 മിനിറ്റ് ഉള്ളപ്പോൾ അതുകൂടി ഇടാം. ഇപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റ് കഴിഞ്ഞ് ഇനി ഈ നട്ട്സ് ഇട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ്, മാക്സിമം 10 മിനിറ്റ് മതി. നന്നായിട്ടൊന്ന് ഇളക്കുക. ഇപ്പോൾ അതിലുള്ള നെയ്യും എണ്ണയും എല്ലാം ഇപ്പോൾ അതൊക്കെ തിരിച്ചിറങ്ങി വരും. രണ്ടില്ല, ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ചവിട്ടിൽ പിടിച്ചിട്ടുണ്ട് ഈ പാത്രത്തിൻ്റെ. അപ്പോൾ ഇതിൻ്റെ പാകം എങ്ങനെ അറിയുമെന്ന് വെച്ചാൽ ഇതുപോലെ അത് മുറിഞ്ഞ് വീഴും.
ഒരു മാക്സിമം 40 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച അതിലേക്ക് ഇത് അങ്ങ് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ലെവൽ ചെയ്തെടുക്കണം. കണ്ടില്ലേ, വോക്കിൽ കുറച്ച് പിടിച്ചിട്ടുണ്ട് ചുവട്ടിൽ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ കട്ടിയായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് അത്ര നല്ലതല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ ഇതിനകത്ത് സ്റ്റർ ഫ്രൈ ചെയ്യാൻ, അതായത് മെഴുക്ക് പുരട്ടാനും എന്തെങ്കിലുമൊക്കെ വഴട്ടിയെടുക്കാനും ഒക്കെ നല്ലതാണ്. ചുവട് കട്ടിയുള്ള പാത്രം അല്ലിതേ. ചുവട് കട്ടിയുള്ള പാത്രം ആവശ്യമുള്ള സമയത്ത് നമ്മൾ ഇത് ഉപയോഗിക്കാൻ പാടില്ല. ഇതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. ഈ വോക്കിൻ്റെ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഇത് പണ്ടൊക്കെ നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് മുകളിൽ കനലിട്ടാണ് ഇതൊന്ന് ചുട്ടെടുക്കുക എന്ന് പറയില്ലേ, അതുപോലെ. അപ്പോൾ അത് നമുക്കിവിടെ ഇപ്പോൾ ഓവൻ്റെ അകത്ത് ബേക്ക് ചെയ്തെടുക്കാം. റീഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രി അതിൽ ബേക്കിംഗ് ഫംഗ്ഷനിൽ മുകളിൽ ഒരു 15 മിനിറ്റും താഴെ ഒരു 15 മിനിറ്റ്, അതായത് ഏറ്റവും മുകളിലത്തെ റാക്കിൽ ഒരു 15 മിനിറ്റ് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ മേൽഭാഗമൊക്കെ നല്ല മൊരിഞ്ഞ് വരും. അത് കഴിയുമ്പോൾ എടുത്ത് വേണമെന്നുണ്ടെങ്കിൽ താഴെ വയ്ക്കുക, ഇല്ലെങ്കിൽ മിഡിലിൽ വെച്ചിട്ട് ഒരു ½ ആൻ അവർ കൊടുത്താലും മതി. അപ്പോൾ നല്ലതായിട്ട് ചുട്ടെടുത്ത പോലെ നമുക്ക് കിട്ടും. ഇത് ഫിലിപ്സിൻ്റെ ഒരു OTG ഓവനാണ്. ഇത് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് അധികം നാളായില്ല വാങ്ങിച്ചിട്ട്. ഇതിനകത്ത് ഫങ്ഷൻസ് എല്ലാം അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വളരെ ഈസിയാണ്. ഞാൻ എൻ്റെ സ്ക്രീനിൽ ഈ OTGയുടെ വീഡിയോ കൂടി കൊടുത്തേക്കാം, താല്പര്യമുള്ളവർക്ക് കാണാം. പിന്നെ അല്ല എങ്കിൽ നമ്മൾ അടുപ്പിലാണ് വെക്കുന്നതെങ്കിൽ ഞാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പകരം നമ്മൾ ബേക്കിങ്ങിന് പകരം നമ്മൾ അടുപ്പിൽ എങ്ങനെ ചെയ്യാമെന്ന് ആ വീഡിയോ ഞാൻ ഇട്ടേക്കാം, ഒരു ഷോർട്ട് വീഡിയോ. അത് കണ്ടാലും മതി. അതുപോലെ അടുപ്പിൽ വെച്ചും നമുക്കിതുപോലെ മുരിച്ചെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഒറിജിനൽ ഒരപ്പത്തിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. ഞാൻ ഈ ഒരപ്പത്തിൻ്റെ വീഡിയോ എടുക്കുമ്പോഴേ 2 പ്രാവശ്യം എനിക്ക് ഒരപ്പം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആദ്യത്തെ പ്രാവശ്യം ചെയ്തപ്പോഴേക്കും തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുള്ളത് മൊബൈൽ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. മൊബൈലിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. മൊബൈൽ വർക്ക് ചെയ്തില്ല, ഞാൻ അറിഞ്ഞില്ല. കംപ്ലീറ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് അത് വർക്ക് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ രണ്ടാമത് വീണ്ടും ഉണ്ടാക്കി. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഉണ്ടാക്കിയപ്പോഴും 2 തരത്തിലുള്ള ശർക്കരയാണ് ഉപയോഗിച്ചത്. ഒരു പ്രാവശ്യം നല്ല കറുത്ത ശർക്കരയായിരുന്നു, അതുകൊണ്ട് ഇതുപോലെ കറുത്ത ഇത്. പിന്നെ അല്ലാത്ത പ്രാവശ്യം ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ സാധാ നല്ല വെളുത്ത ശർക്കരയായിരുന്നു. അപ്പോൾ ശർക്കരയുടെ കളർ അനുസരിച്ച് ഈ ഒരപ്പത്തിൻ്റെ കളർ ചേഞ്ച് ചെയ്യും കേട്ടോ. ഇതിപ്പോൾ 2 പ്രാവശ്യത്തെയും കൂടി ചേർത്ത് ഞാൻ വീണ്ടും ഉണ്ടാക്കേണ്ടി വന്നു. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് അലിവ് പോലൊന്നും അല്ല, പറഞ്ഞാൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയ്ക്ക് നല്ലൊരു ഐറ്റമാണിത്. ടിപ്സ് കൂടി കാണാൻ മറക്കരുത്. ഇന്നത്തെ ടിപ്സിൽ ഞാൻ ആദ്യം കോൺഫ്ലവറിൻ്റെ ഒന്ന് കാണിക്കാം. പല പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ്. 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണിത്. അത് നമുക്ക് വാങ്ങിച്ച് വെച്ചാൽ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. 33 രൂപയാണ്. എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടും. പിന്നെ ഇതെന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ വർഷത്തിലെ സീസണിൽ ഉണ്ടാക്കി വെച്ച മാംഗോ പൾപ്പാണ്. ഇപ്പോഴും ഒരു കേടുമില്ല, അതിനെ കേടാകാതിരിക്കുകയാണ്. ഇത് വെച്ചാണ് ഞാനിന്ന് ഒരപ്പം ഉണ്ടാക്കിയത്. ഫ്രീസറിൽ സൂക്ഷിക്കണം, അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് മാംഗോ പൾപ്പ് ഉണ്ടാക്കി എങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാം എന്ന് നോക്കാം. ഇത് 46 സെക്കൻഡുള്ളൊരു വീഡിയോ ആണ്. ഇതിപ്പോൾ മാങ്ങ ഞാൻ അരിഞ്ഞെടുത്തിട്ട് നേരിട്ട് അങ്ങ് ഉണ്ടാക്കുകയാണ്. മിക്സിയിലിട്ട് അടിച്ച് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ കുറച്ചുകൂടെ തരിയൊന്നും ഇല്ലാതിരിക്കും. ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ലൊരു ടേസ്റ്റാണ്. വെറുതെ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാനൊരു 6 കപ്പ് മാങ്ങ എടുത്തു. ചെറുതായി അരിഞ്ഞാണ്, നല്ല പഴുത്ത മാങ്ങ. അതിലേക്ക് ഒരു 6 തവി പഞ്ചസാര ഇടും. ഏകദേശം ഒരു 350 ഗ്രാമോളം വരും. സ്റ്റൗ കത്തിച്ച് അടുപ്പിലേക്ക് വെക്കണം. തിളച്ചതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ഒരു 4 ടീസ്പൂൺ നാരങ്ങാനീരും ചേർത്ത് നന്നായി ഇളക്കുക. ഒരു 10 മിനിറ്റ് കൂടി ഇളക്കണം. മൊത്തത്തിൽ ഒരു 20 മിനിറ്റോളം മതിയാവും. ആ ഇളക്കുന്ന സ്പൂൺ വെച്ച് ഒന്ന് ചെറുതായി ഒന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും, ആദ്യം പച്ചക്കിരുന്നതൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. നല്ല തണുത്ത ശേഷം ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള കുപ്പികളിലോ കണ്ടെയ്നറുകളിലോ സൂക്ഷിച്ച് ഫ്രീസറിൽ വെക്കണം. അപ്പോൾ എത്ര നാൾ വേണമെങ്കിലും ഫ്രീസറിൽ ഇരുന്നോളൂ. മാമ്പഴം കൊണ്ട് ഉണ്ടാക്കാവുന്ന എല്ലാ സാധനങ്ങളും മാംഗോ പൾപ്പ് വെച്ച് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തത് ഞാൻ ഈ കോക്കനട്ട് മിൽക്കിൻ്റെ ഉണ്ടല്ലോ, നമ്മൾ ഈ തേങ്ങാപ്പാൽ പിഴിയുകയും ഒഴിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മെനക്കേടായിട്ട് തോന്നും. അതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി ഇപ്പോൾ മാഗിയുടെ ഒരു കോക്കനട്ട് മിൽക്കിൻ്റെ പാക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ കണ്ടിട്ടില്ല, ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഞാനത് കണ്ടത്. ഞാനിത് ട്രിവാൻഡ്രത്ത് ലുലുവിൽ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. 180 ml ഒരു പാക്കറ്റാണിത്. അതിന് 75 റുപ്പീസാണ്. നമുക്ക് എളുപ്പത്തിനൊക്കെ ഉപയോഗിക്കാം. തേങ്ങാപ്പാലിന് പകരം മറ്റ് കറികളിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടും.
ഇതുപോലെയുള്ള പാക്കറ്റ് ഫുഡിലൊക്കെ ഈ ഗ്രീൻ ഒരു പൊട്ട് പോലെ കാണുന്നില്ലേ, അത് വെജിറ്റേറിയൻ ഫുഡിൻ്റെ ഒരു സിമ്പലാണത്. മിക്കവാറും എല്ലാത്തിലും നമ്മൾ കാണാം, അത് നോക്കി എടുക്കും വെജിറ്റേറിയൻസൊക്കെ. അപ്പോൾ എന്തായാലും ഈ ഓരപ്പം, മാമ്പഴ ഓരപ്പം കഴിച്ചിട്ടുള്ളവരും കഴിച്ചിട്ടില്ലാത്തവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ലൊരു ടേസ്റ്റാണിതിന്. വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ആഴ്ച നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.